ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി തമ്മിലാണ് ഇപ്പോൾ മനസ്സിലാണ്ടാവും. നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലേക്ക് വേണ്ടി ഞാനൊരു ചെറിയ പ്രൊഡക്റ്റ് വാങ്ങിയേക്കാണ് കേട്ടോ. ഇത് ഫസ്റ്റ് ടൈം അല്ല, നമ്മൾ ഓൾറെഡി കുറേ ആക്സറീസൊക്കെ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ചാനലിൻ്റെ ഏറ്റവും വിഷയം എന്ന് വെച്ചാൽ സൗണ്ടിൻ്റെ വിഷയമായിരുന്നു കേട്ടോ. കാരണം സൗണ്ട് കുറവാന്നുള്ള രീതിയിൽ ഞാൻ കുറേ ഫേസ് ചെയ്തിട്ടുണ്ട്. കാരണം വീഡിയോസ് എല്ലാം എടുത്തു കഴിഞ്ഞാൽ എഡിറ്റിങ്ങിൻ്റെ സമയത്തായിരിക്കും ഞാൻ കഷ്ടപ്പെടുന്നത്. മെയിൻലി സൗണ്ട് ഭയങ്കര ലോ ആയിരിക്കും. ഞാൻ കുറേ കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്തിട്ടാണ് ഇച്ചിരി ഞാൻ സൗണ്ട് നിങ്ങൾ കേൾക്കുന്ന രീതിയിൽ ഞാൻ എത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നാളെ വിചാരിക്കുന്ന ഒരു മൈക്ക് വാങ്ങണം. പക്ഷേ നമ്മളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റില്ല വയർലെസ് മൈക്ക് എന്നൊക്കെ പറഞ്ഞാൽ. ഇപ്പോൾ റോഡിൻ്റെ മൈക്കാണെങ്കിൽ ഏകദേശം 25,000-നും 30,000-നൊക്കെ ഉള്ളിലാണ് റോഡിൻ്റെ മൈക്കിന് വരുന്നത്. പിന്നെ ഡി ജെയുടെ മൈക്കാണെങ്കിലും ഏകദേശം 30,000 രൂപ തന്നെ. അപ്പോൾ അത് നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റില്ല. പിന്നെ എനിക്കുള്ളതെന്ന് പറഞ്ഞാൽ ബോയയുടെ മൈക്കാണ്, വയർലെസ് മൈക്കൊക്കെയാണ്. അതും നല്ല റേറ്റാണ്. പിന്നെ എന്തുകൊണ്ടും എനിക്കൊരു ഓക്കെ ആയിട്ട് വരുന്ന ഒരു പ്രൊഡക്റ്റാണ് ഡിജിടെക്കിൻ്റെ ഈ വയർലെസ് മൈക്ക് വരുന്നത്. ഇപ്പോൾ ഞാൻ കണക്ട് ചെയ്തിട്ടാണ് ഓൾറെഡി സംസാരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്നു സൗണ്ട്. എനിക്കിപ്പോൾ ഒന്നും കേൾക്കാൻ പാടില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ്. നിങ്ങൾ കേൾക്കുന്നതിൻ്റെ ഒപ്പം തന്നെ എനിക്കും കേൾക്കാൻ കഴിയുള്ളൂ. കാരണം എഡിറ്റിംഗ് ടൈമിലാണ് ഞാൻ അറിയാൻ പോകുന്നത് ഇതിൻ്റെ സൗണ്ടിൻ്റെ ക്വാളിറ്റി എന്തോരുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ നല്ല ഡിസ്റ്റൻസിലാണ് ഞാൻ നിൽക്കുന്നത്. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഏകദേശം 30 മീറ്റർ ഡിസ്റ്റൻസ് വരെ നമുക്ക് സംസാരിക്കാൻ പറ്റും. വോയിസ് കറക്റ്റായിട്ട് കിട്ടുമെന്നാണ്. ഇപ്പം ഞാൻ 30 അല്ല 30+ ആണ് ഇട്ടേക്കണേ. കാരണം എൻ്റെ ക്യാമറയിൽ ഓൾറെഡി 135 mm ലെൻസിലാണ് ഇട്ട് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് എന്തായാലും അത് വരും. അപ്പോൾ അത് ഞാൻ പറഞ്ഞു, ഒരു 40 മീറ്റർ പ്ലസ് ആണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഓൾറെഡി. എനിക്ക് ക്യാമറ ദൂരെ നിന്ന് ചെറുതായിട്ടാണ് കാണാൻ പറ്റുള്ളൂ. എൻ്റെ മോണിറ്റർ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഞാൻ ഡയറക്റ്റ്ലി സംസാരിക്കുകയാണ്. എനിക്കറിയില്ല അപ്പോൾ വോയിസ് വരെ കിട്ടണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ സംസാരിച്ച് പോവുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് അൺബോക്സിങ് കാര്യങ്ങൾ കണ്ടിട്ട് പോവാം. എന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് തിരിച്ചെത്താം. അപ്പോൾ ഇതാണ് നമ്മൾ എടുത്തിട്ടുണ്ട് ഡിജിടെക്കിൻ്റെ വയർലെസ് മൈക്ക്. ഏകദേശം 30 മീറ്ററോളം ഇത് ഡിസ്റ്റൻസിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വരുന്നത്. ഇത് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. ട്രാൻസ്മിറ്റർ, റിസീവർ, വിൻ മഫ്, ഒറ്റ കേബിൾ ചെയ്ത് 2 രീതി ചാർജ് ചെയ്യാൻ പറ്റുന്ന, പിന്നെ DSLR കേബിള്, അതുപോലെ തന്നെ പിന്നെ മോണിറ്റർ ഇയർഫോൺ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൗണ്ട് എത്ര ഡെസിബിളിലാണ് വരുന്നതെന്നൊക്കെ ചെക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഇയർഫോണാണിത്. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് നേരിട്ടൊന്ന് നോക്കാം. നമുക്ക് കവറൊക്കെ മാറ്റി വെച്ചേക്കാം. അപ്പോൾ ഈ ഒരു ബോക്സിലാട്ടോ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഡിജിടെക്കിൻ്റെ ലേബലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഇതിനകത്ത് വരുന്ന 2 ട്രാൻസ്മിറ്ററും ഒരു റിസീവറാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം ഇതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ടെന്ന്. ഇതിനകത്ത് ആക്ച്വലി പുറത്ത് ആദ്യം കൊടുത്തിരുന്ന പോലെ അതെ, ഇത് വിൻ മഫ്. അപ്പോൾ ഇതൊരു വിൻ മഫ് ഉണ്ട്. പിന്നെ ഒരു ഇയർഫോണിൻ്റെ ഒരു സംഭവമുണ്ട്. പിന്നെ 2 ഇയർഫോൺ ഉണ്ട് കേട്ടോ. കാരണം 2 പേർക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുകൊണ്ട് 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഇതും ഇവിടെ ഫോണിൽ നിന്ന് റിസീവറിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു കേബിള്. അതുപോലെ തന്നെ DSLRയിൽ നിന്ന് ഒരു റിസീവറിലേക്ക് കണക്ട് ചെയ്യുന്ന കേബിള്. വീണ്ടും വിൻ മഫ്. അതുപോലെ തന്നെ വീണ്ടും എന്തൊക്കെയോ കേബിള്. പിന്നെ നമ്മുടെ ചാർജിങ്ങിൻ്റെ ഓപ്ഷൻ. പിന്നെ ഒരു ജസ്റ്റ് പേപ്പർ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് വരുന്ന യൂസർ ഗൈഡാണ്, ഇതെങ്ങനെ ഉപയോഗിക്കാമെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ സ്കാൻ ചെയ്ത് നമുക്ക് എഴുതിയേക്കും. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളും അതൊന്നും നമുക്ക് ആവശ്യമില്ല, എന്തായാലും മാറ്റി വെച്ചേക്കാം. അപ്പോൾ നമുക്ക് ഇതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മുടെ സാധനത്തേക്ക് കിടക്കാം. ഇതെങ്ങനെ വർക്ക് ചെയ്യണേ എന്നൊക്കെ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ റിസീവർ. അതുപോലെ ഇത് ട്രാൻസ്മിറ്റർ. 2 ട്രാൻസ്മിറ്റർ ഉണ്ട്. ഇത് അറ്റ് എ ടൈം നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സിംഗിൾ വൈസും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യുക, റിസീവർ ഒന്ന് കറക്റ്റ് ഞെക്കി പിടിക്കുക. കണ്ടോ, അപ്പോൾ ഇവിടെ ലൈറ്റ് കത്തുണ്ട്. അതുപോലെ ട്രാൻസ്മിറ്ററിലും ഞെക്കി പിടിക്കുക. അപ്പോൾ ഇതിപ്പോൾ പെയറിംഗ് ആയി, 2 പച്ച കത്തുന്നുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതും വീണ്ടും ലോങ് പ്രസ് ചെയ്യുക, ഇതും വർക്ക് ആയിക്കോളും. കണ്ടോ, ഇതും പെയറായി. അപ്പോൾ 3ഉം അറ്റ് എ ടൈം പെയറായിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇതാണ് ഇപ്പോൾ നമ്മുടെ മൈക്കിൽ നിന്ന് കേൾക്കുന്ന സൗണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, വോയിസ് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഡിസ്റ്റൻസും ദൂരം കിട്ടണമെന്ന് നോക്കാം. ഇപ്പോൾ ഓൾറെഡി ഞാനൊരു 10 മീറ്ററോളം ദൂരത്തിലാണ് നിൽക്കുന്നത്. ഇനി ഞാൻ ബാക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കാം. അപ്പോൾ എത്ര ബാക്കിലേക്ക് പോയാലും ഇത് കട്ടാവണമെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ 30 മീറ്റർ പറഞ്ഞാൽ 30 മീറ്റർ കഴിഞ്ഞു ഓൾറെഡി. പക്ഷെ തിരിഞ്ഞു പോകാം, തിരിഞ്ഞു പോയാൽ ചിലപ്പോൾ വോയിസ് കട്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ തന്നെ ഞാൻ പോവാം. ഇങ്ങനെ തന്നെ പോയി കഴിഞ്ഞാൽ ഏകദേശം മാക്സിമം ലെങ്ത്ത് കിട്ടും. ഇത് 30 അല്ല കേട്ടോ. ഇപ്പോൾ എൻ്റെ വോയിസ് കേൾക്കേണ്ടതൊന്നും എനിക്കറിയില്ല. ഞാൻ ഏകദേശം ഒരു 10-50 മീറ്ററോളം ഞാൻ ബാക്കിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇപ്പം എൻ്റെ വോയിസ് കിട്ടണ്ടോ അറിയില്ല. എന്തായാലും ഞാൻ സംസാരിച്ചുകൊണ്ട് തന്നെ പോവാം. തിരിഞ്ഞില്ല, തിരിഞ്ഞപ്പോൾ ചിലപ്പോൾ കട്ടാവും. റോഡും കഴിഞ്ഞു.
ഭയങ്കര പുറത്തായി, നല്ല ഡിസ്റ്റൻസായി. ഇത്രയും ഡിസ്റ്റൻസിലായിട്ടോ. ചില എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ അടുത്തേക്ക് വരുന്നതിൽ എന്തായാലും വോയിസ് കിട്ടുന്നുണ്ടാവും, നിങ്ങൾ കേൾക്കണ്ടാവും എൻ്റെ വോയിസ്. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് ഓൾറെഡി കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി ഇത് എങ്ങനെ കിട്ടി, എത്രമാത്രം കിട്ടിയെന്നൊക്കെ ഞാനിത് ഓഡിയോ ചെക്ക് ചെയ്യുമ്പോൾ എനിക്കറിയാവുള്ളൂ. കാരണം എനിക്കറിയാൻ കേൾക്കാൻ പാടില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകണ്ടല്ലോ ക്വാളിറ്റി എന്തോരുണ്ടെന്ന്. അപ്പോൾ ഇതാണ് എൻ്റെ ക്വാളിറ്റി വരുന്നത്. അതുപോലെ ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു ഓപ്പൺ ഏരിയ. അപ്പോൾ ഓപ്പൺ ഏരിയ ആയതുകൊണ്ട് തന്നെ എൻ്റെ സറൗണ്ടിങ്ങുള്ള സൗണ്ടുകളൊക്കെ നിങ്ങൾക്ക് അതുപോലെ കേൾക്കണ്ടാവും. ഇപ്പോൾ ഞാൻ നോർമൽ മോഡിലിട്ടെങ്ങനെ, അപ്പോൾ എന്തായാലും സൗണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കണ്ടായിരിക്കും അല്ലേ. എൻ്റെ ഇവിടെ വീടിൻ്റെ സൈഡിൽ പണി നടക്കുന്നുണ്ട്, പിന്നെ കുറേ കോഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള സൗണ്ട് എല്ലാം കട്ട് ചെയ്തിട്ട് നോർമൽ കേൾക്കുന്ന രീതിയിലാണ് ഇപ്പോൾ സൗണ്ട് കേൾക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു റൂമിൻ്റെ അകത്ത് ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ ഈ ഒരു മോഡലിൽ സംസാരിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ക്യാമറയുടെ ഇൻബിൽഡ് സൗണ്ട് എങ്ങനെയാണ്. അതുപോലെ നമ്മൾ ഇത്ര നാൾ യൂസ് ചെയ്യുന്ന ബോയയുടെ മൈക്കായിരുന്നു. അപ്പോൾ ആ ഒരു മൈക്കിൻ്റെ ക്വാളിറ്റിയും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ മൂന്നിൻ്റെയും ഒരു ഡിഫറൻസ് മനസ്സിലാവുമല്ലോ, ഈ മൈക്കിൻ്റെയും അതുപോലെ തന്നെ ബോയയുടെയും ക്യാമറയുടെ ഇൻബിൽഡായിട്ട് വരുന്നതിൻ്റെയും. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങളൊന്ന് കേട്ട് നോക്കുക. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഇത്ര നാൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ബോയയുടെ മൈക്ക്. അപ്പോൾ ഇത് അടിപൊളി സംഭവമായിരുന്നു. പക്ഷേ ഇതിന് കുഴപ്പമെന്ന് വെച്ചാൽ ഇത്രയും ഒരു ഡിസ്റ്റൻസ് നമ്മൾ നിൽക്കുമ്പോൾ ഇതിന് സൗണ്ട് ഒട്ടും തന്നെ കിട്ടണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ മെയിനായിട്ടൊരു വയർലെസ് മൈക്കിലേക്ക് മാറാം എന്നുള്ളൊരു ധാരണയിലേക്ക് എത്തിയത്. കാരണം നമ്മൾ ഒത്തിരി സ്ട്രെയിൻ ചെയ്യണം, സംസാരിക്കണേ ഒത്തിരി സ്ട്രെയിൻ ചെയ്ത് സൗണ്ട് ഇട്ടാൽ മാത്രമാണ് അത് എഡിറ്റിങ്ങിലൊക്കെ കറക്റ്റായിട്ട് അത് ഇങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് അടിപൊളി സാധനമാണ്. നമ്മളിങ്ങനെയൊക്കെ പിടിച്ച് വ്ളോഗ് ചെയ്യാനാണെങ്കിൽ സംഭവം അടിപൊളിയാണ്. പക്ഷേ ഇത്രയും ഡിസ്റ്റൻസിലൊക്കെ കിട്ടി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത് പോസിബിൾ അല്ല. അപ്പോൾ എന്തായാലും ഞാനിനി ഈ ഒരു ബോയയുടെ മൈക്കിൽ നിന്നുള്ള സൗണ്ട് ഞാൻ കേൾപ്പിച്ചു തരാം. അത് ഈ ഡിസ്റ്റൻസിൽ തന്നെ നിന്നുകൊണ്ടുള്ള സൗണ്ട് ഞാൻ കേൾപ്പിച്ചു തരാം. അപ്പോൾ അത് എത്രമാത്രം ഡിഫറൻസ് ഉണ്ട് നമ്മുടെ ഡിജിടെക്കിൻ്റെ മൈക്കും ബോയയുടെ കണക്ട് ചെയ്തിട്ടുള്ള സംസാരിക്കുന്ന മൈക്കും തമ്മിൽ. ഇത് വയർലെസ് ആട്ടോ, അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്നത് ബോയയുടെ സൗണ്ടാണ്. സോ ഗൈസ്, ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ബോയയുടെ സൗണ്ടിൽ നിന്നാണ്. അപ്പോൾ എത്രമാത്രം ഡിഫറൻസ് ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ബാക്ക്ഗ്രൗണ്ടിലുള്ള എല്ലാ ശബ്ദങ്ങളും നിങ്ങൾ കേൾക്കണ്ടാവും. എൻ്റെ സൗണ്ട് കുറവായിരിക്കും. ഇതാണ് ഇത്രയും ഡിസ്റ്റൻസിൽ നമ്മൾ ആ ബോയയുടെ മൈക്കിൽ സംസാരിക്കുമ്പോൾ ഏറ്റവും പ്രശ്നം. അപ്പോൾ ഞാൻ അടുത്ത് നിങ്ങൾക്ക് ഇൻബിൽഡായിട്ട് വരുന്ന ക്യാമറയുടെ ഇൻബിൽഡായിട്ട് വരുന്ന ആ ഒരു മൈക്കിൽ നിന്നുള്ള സൗണ്ട് എങ്ങനെയാണെന്ന് കേൾപ്പിച്ചു തരാം. അതുപോലെ ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറയുടെ ഇൻബിൽഡായിട്ട് വരുന്ന മൈക്കിൽ നിന്നാണ് കേട്ടോ. ഇത് എത്രമാത്രം ഡിഫറൻസ് ഉണ്ടെന്ന് നമുക്ക് കേട്ടാൽ തന്നെ മനസ്സിലാവും. ആദ്യം വയർലെസ്, പിന്നെ കണക്ട് ചെയ്തിട്ട് വരുന്ന നമ്മുടെ ബോയയുടെ മൈക്ക്, പിന്നെ ഇൻബിൽഡായിട്ട് വരുന്ന നമ്മുടെ കാനോണിൻ്റെ. അപ്പോൾ അതുപോലെ ഇപ്പോൾ കേൾക്കുന്നത് നമ്മുടെ ക്യാമറയുടെ ഇൻബിൽഡായിട്ട് സൗണ്ടാണ്. അപ്പോൾ ആ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഗൈസ്, ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ജസ്റ്റ് ഈ പ്രൊഡക്റ്റ് എടുത്തപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതി. കാരണം നമ്മുടെ ഇനി വരുന്ന എല്ലാ വീഡിയോസിലും നമ്മുടെ കമ്പാനിയനായിട്ട് നമ്മുടെ മൈക്ക് ഉണ്ടാവുമല്ലോ കൂടെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് നേരിട്ടൊന്ന് പരിചയപ്പെടുത്തിയതാണ്. അപ്പോൾ അത്രയ്ക്കുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ജസ്റ്റ് ഒരു കമ്പാരിസൺ, നമ്മുടെ ഉള്ള മൈക്കും നമ്മളെടുത്ത മൈക്കും നമ്മുടെ ക്യാമറയുടെ മൈക്കും തമ്മിലുള്ള ഒരു മേജർ ഡിഫറൻസ് എൻ്റെ വോയിസിൽ എങ്ങനെ ഉണ്ട് എന്ന് ഞാൻ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എനിക്കൊന്നും അറിയില്ല. എഡിറ്റിങ്ങിൻ്റെ സമയത്ത് തെറ്റുകളും കാര്യങ്ങളൊക്കെ മനസ്സിലാവണേ. ഇൻ കേസ് തെറ്റുകളുണ്ടെങ്കിൽ അടുത്ത വീഡിയോസിലൊക്കെ ഞാൻ ക്ലിയർ ചെയ്യാം.